ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലീറ്റഡ് നൈറ്റിയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ഓപ്പൺ അല്ലാത്ത നോർമൽ ആയിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. ഇപ്പോൾ 42 സൈസിലുള്ള ഒരു നൈറ്റിയാണ് ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ വീതി വരുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ തുണിയൊന്ന് ഫോൾഡ് ചെയ്തിടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം നീളത്തിലൊന്ന് രണ്ടായിട്ട് മടക്കണം. അതിനുശേഷം വീതിയിൽ മടക്കണം. ഞാനിപ്പോൾ ഇത് അങ്ങനെ മടക്കിയിട്ടിരിക്കുവാണ്. ഇതാണ് നമ്മുടെ തുണിയുടെ മടക്ക് വശം. കണ്ടില്ലേ? ഇത് മുകൾ ഭാഗത്ത് വരുന്ന മടക്ക് വശവും മറ്റേത് സൈഡിൽ വരുന്ന മടക്ക് വശവും. ഇതാണ് തുറക്കാൻ പറ്റുന്ന ഭാഗം. ഇവിടെ 4 പീസ് തുണിയാണ് വരുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എത്രയാണ് ഇറക്കം വരുന്നത് അതിൻ്റെ കൂടെ 3 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഇറക്കം മാർക്ക് ചെയ്യുന്നില്ല, കാരണം എനിക്കിത് ഫുൾ ലെങ്തിൽ തന്നെയാണ് ഈ നൈറ്റ് വേണ്ടത്. എൻ്റെ കസ്റ്റമറിൻ്റെ നൈറ്റിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഫുൾ ലെങ്തിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് യോക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. കണ്ടില്ലേ? ഇപ്പോൾ ഞാനിവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഷോൾഡറായിട്ട് എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ ആ 7.5 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് 7.5 പ്ലസ് അര ഇഞ്ച്, അങ്ങനെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ 2 പോയിന്റുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിൻ്റെ വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 42 സൈസിലുള്ള നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 പറയുമ്പോൾ 10.5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൂട്ടുന്നത്. അങ്ങനെ 12 ഇഞ്ച്. അപ്പോൾ ആ 12 ഇഞ്ച് ഈ മടക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1.5 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് കൂട്ടാവുന്നതാണ്, കാരണം നൈറ്റി അല്ലേ, കുറച്ച് ലൂസായിട്ട് കിടക്കണം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് 1.5 ഇഞ്ച് കൂട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 40-42 സൈസിലുള്ള നൈറ്റി ആണെങ്കിൽ നമുക്ക് 10 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടില്ല? ഇതേപോലെ താഴേക്ക് ടേപ്പ് പിടിച്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ 2 പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് സ്ലീവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ഈ വരുന്ന ഈ ഒരു ലെങ്തിലാണ് സ്ലീവ് കിട്ടുന്നത്. എനിക്കിപ്പോൾ 9.5 ഇഞ്ചിൽ സ്ലീവ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാനിവിടെ 9.5 ഇഞ്ചും സ്ലീവ് എടുക്കുന്നുണ്ട്, കാരണം എൻ്റെ കസ്റ്റമറിൻ്റെ നൈറ്റിയാണ്, പുള്ളിക്കാരിക്ക് 9 ഇഞ്ചാണ് സ്ലീവ് വേണ്ടത്. അപ്പോൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് കറക്റ്റായിട്ട് എനിക്ക് 9.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഈ ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ താഴത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം തയ്യൽ തുമ്പോടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 2 പോയിന്റുകളും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുക. കണ്ടില്ലേ? ഇതേപോലെ. അപ്പം ഇതാണ് നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ 2 പോയിന്റുകളും തമ്മിലും ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ? നമ്മളിപ്പോൾ ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ നമ്മുടെ യോക്കിൽ 11 ഇഞ്ചിലെ അവിടെ പിടിച്ചിട്ട് ഇതേപോലെ സ്കെയിലോ അല്ലെങ്കിൽ ടേപ്പോ ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു പോയിന്റിലും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഇത് വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലെന്ന് വിചാരിക്കുവാണ്. ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്താൽ മാത്രം മതി. അടുത്തായിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 11 ഇഞ്ചില്ലേ, ആ 11 ഇഞ്ച് ഈ ഒരു സൈഡിൽ നിന്ന് താഴേക്ക് കൊടുക്കുക. അതായത് നമ്മുടെ തുണിയുടെ തുറക്കാൻ പറ്റുന്ന ഭാഗത്തും ഈ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ആദ്യം 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെങ്കിൽ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 11 ഇഞ്ചാണെങ്കിൽ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലെങ്ത് എത്രയാണ് കിട്ടുന്നതെന്ന് നമ്മളൊന്ന് ടേപ്പിൽ അളന്ന് നോക്കുക. കണ്ടില്ലേ? ഈ ഒരു ലെങ്ത് എത്രയാണ് വരുന്നതെന്ന് ഒന്ന് അളന്ന് നോക്കുക. എനിക്കിപ്പോൾ 5.25 ഇഞ്ചാണ് അളന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. കണ്ടില്ലേ? എനിക്കിവിടെ 5.25 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ കിട്ടിയ അളവ് എത്രയാണോ ആ അളവ് ഈ 11 ഇഞ്ചിൽ പിടിച്ചിട്ട് നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈനിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഈ കാണുന്നത് പോലെ ടേപ്പ് 11 ഇഞ്ചിൽ വെക്കുക. എന്നിട്ട് 5.25 ഇഞ്ച് ഇത് എവിടെയാണോ വരുന്നത്, ആ സ്ട്രെയിറ്റ് ലൈനിൽ എവിടെയാണോ വരുന്നത് അവിടെ ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് 5.25 ഇഞ്ച് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 2 പോയിന്റുകളും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മാർക്കിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ സ്കേർട്ട് പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ ഞാൻ സ്കേർട്ട് പോർഷൻ മാത്രം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സ്കേർട്ട് പോർഷൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ചെറിയൊരു നോച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മുടെ യോക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഈ സ്ലീവ് മാത്രം കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ലീവ് മാത്രം കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ യോക്ക് പോർഷനിൽ ബാക്കിയൊന്നും കട്ട് ചെയ്തെടുക്കരുത്. ഓക്കെ, അപ്പോൾ ഞാനിത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതേപോലെ സ്ലീവ് മാത്രം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ചെറിയൊരു നോച്ചിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഈ 2 സൈഡുകളും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഏത് സൈഡാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ സ്ലീവിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒന്നുകൂടെ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ടൈമിൽ മുകൾ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് പോകും അല്ലേ. അപ്പോൾ ആ 1/2 ഇഞ്ച് ഇവിടെ പോകുന്ന രീതിയിൽ ഇതേപോലെ അങ്ങ് വെക്കുക. ഓക്കെ, മുകളിൽ 1/2 ഇഞ്ച് ഒന്നിങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിലൊന്ന് വെക്കണം. അതിനുശേഷം നമ്മുടെ സ്ലീവ് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നും എനിക്കറിയില്ല, വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, 1/2 ഇഞ്ച് ഇങ്ങനെ സ്ലീവ് താഴ്ത്തി വെച്ചിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം എവിടെയാണോ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മുകളിലേക്ക് ഇതേപോലെ വരച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നിങ്ങൾ സ്ലീവ് വെച്ചില്ലെങ്കിലും സാരമില്ല, ഈ താഴ്ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഒന്നിങ്ങനെ വരച്ചു കൊടുത്താലും മതി. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ ചെയ്താലും നമുക്ക് ലാസ്റ്റ് ഇവിടെ തികയാതെ വരും തുണി, കണ്ടില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകുമല്ലോ. അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കാരണവശാലും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറന്നു പോകരുത്. ഇനി നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും യോക്ക് പീസാണ് ഇത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുകൾ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. ഇപ്പം ഞാനിതിവിടെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് മാത്രം എടുക്കുക. ഓക്കെ, നമ്മുടെ ബാക്ക് പീസ് മാറ്റി വെക്കുക, ഫ്രണ്ട് പീസ് മാത്രം എടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് 2 ആക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനി ഇതിൽ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ അങ്ങ് കറക്റ്റായിട്ട് 2 ആക്കി ഒന്ന് മടക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നൈറ്റ് തയ്ക്കുമ്പോൾ 2.5 ഇഞ്ചൊക്കെയാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കഴുത്തിന് നല്ല വൈഡ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നെക്കിൻ്റെ ലെങ്തായിട്ട് ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് താഴ്ത്തുമ്പോടെ ചേർത്തിട്ടാണ് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കോൺ പോലത്തെ ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ വരച്ചു കൊടുക്കാം, അതല്ല റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. അതിനൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ എൻ്റെ നെക്കിൻ്റെ ഷേപ്പ് ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഈ ഒരു പീസ് കണ്ടില്ലേ, ഇത് നമ്മുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു പീസാണ്. ഈ പീസിൽ നിന്നാണ് ഞാൻ ഫ്രണ്ടിലേക്ക് വെക്കാനുള്ള പടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
കാരണം എനിക്കിവിടെ ബാക്കി ഒരു തുള്ളി പോലും തുണി കിട്ടില്ല. കാരണം ഇറക്കം ഞാൻ ഫുൾ ഇറക്കമാണ് എടുക്കുന്നത്. പിന്നെ 42 സൈസിലുള്ള നൈറ്റി ആയതുകൊണ്ട് ഒട്ടും തന്നെ നമുക്ക് തുണി മിച്ചം കിട്ടില്ല. അപ്പോൾ ഇതേപോലെയുള്ള പീസ് കളയാണ്ട് വെച്ചേക്കണം. ഇറക്കം കുറവുള്ള നൈറ്റി ആണെങ്കിൽ നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് ആവശ്യത്തിന് തുണി പടി വെക്കാനൊക്കെ ആയിട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് ഫുൾ ഇറക്കം വേണ്ടതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ തുണി കിട്ടില്ല. അപ്പം നമ്മൾ ഈ ഒരു പീസിൽ നിന്നാണ് ഫ്രണ്ടിലേക്കുള്ള പടി വയ്ക്കാനുള്ള തുണി എടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴുത്തകലം 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കഴുത്തിൻ്റെ ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ഒരു ബോക്സ് ആക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പും വരച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ മിച്ചം വെച്ചിരുന്ന ആ തുണിയിൽ നിന്നും പടി വെക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഒരു 1.25 ഇഞ്ചാണ് എടുക്കുന്നത്. ഒരുപാട് വീതി വേണ്ട, ഒരുപാട് വീതി ആയാലും വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ലെങ്ത് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു 6.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് കിട്ടുന്നത്. നമുക്ക് ഇത്രേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് താഴെ നിന്നൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഒരു 7.5 ഇഞ്ച് വരെയൊക്കെ എടുക്കാം. എനിക്കിപ്പോൾ ഇത്രയും തുണിയും മിച്ചം കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് അത്രയും എടുത്തത്. അതിനുശേഷം ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു പീസ് തുണി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 3 വശങ്ങളും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലൈനിങ്ങിനൊക്കെ വെക്കുന്ന ആ തുണിയില്ലേ, അതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു തുണിയുടെ നല്ല വശങ്ങളും തമ്മിൽ ഇതേപോലെ ചേർത്ത് വയ്ക്കാം. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുവാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ 3 കോർണറിലും ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് മറിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ വേണം കട്ട് ചെയ്ത് പോകാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ തുണി ഇതേപോലെ അങ്ങ് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് ആ കോർണേഴ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഇതുവരെ എനേബിൾ ആക്കാത്തവർ ബെല്ലൈക്കൺ എനേബിൾ ആക്കണേ. ഇപ്പോൾ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു ലൈസ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് നൈറ്റിയുടെ ഭംഗി കൂട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേ ലൈസ് എടുത്ത് ഈ അറ്റത്തൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ കോർണർ എത്തുമ്പോഴേക്കും ഇതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് ഇതേപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിൽ തന്നെ ലൈസും വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ 3 കോർണർ എത്തുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ അറ്റത്തൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം പൈപ്പിംഗ് ഒക്കെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഒന്നും വെച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. നൈറ്റിയുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ലൈസ് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ കോർണറിൽ എത്തുമ്പോഴേക്കും ഈ ലൈസ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ല, നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക. വീണ്ടും അടുത്ത കോർണറിൽ എത്തുമ്പോഴേക്കും ഒന്നുകൂടെ ഇതേപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പോവുക. അങ്ങനെ 3 സൈഡും ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആക്കിയല്ല നൈറ്റി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് കയറി കണ്ടാൽ മതി. ഇപ്പോൾ ദേ നമ്മൾ ലൈസ് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കോർണറിൽ എത്തുമ്പോഴേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ ഒന്ന് കുത്തി നിർത്തുക. എന്നിട്ട്
ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫോൾഡ് ചെയ്യുമ്പോൾ പൊങ്ങി നിൽക്കുന്നത് ഒന്ന് താഴ്ന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ 3 സൈഡിലും ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ടിട്ട് ഒന്ന് തുണി തിരിച്ചിടുക. എന്നിട്ട് അങ്ങോട്ടേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഇതേപോലെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്ക് നെക്കുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തോട്ട് നമ്മുടെ ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതേപോലെ അങ്ങ് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നെക്ക് ഫുള്ള് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ നെക്ക് ഫുള്ള് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൽ ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മറിഞ്ഞ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സുകളൊന്ന് ഇട്ടെടുക്കാം. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഈ രണ്ട് അറ്റങ്ങളും ഇതേപോലെ ഒപ്പം വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുവാണേ. കണ്ടില്ലേ? ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ക്രോസ് പീസ് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഷോൾഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ അങ്ങ് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ 2 വശങ്ങളും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. നമ്മുടെ ക്രോസ് പീസ് വെച്ച് ഒന്ന് കവർ ചെയ്യുക, ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ അങ്ങ് തുണി നിവർത്തി കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ, അതൊന്ന് ഇതേപോലെ അങ്ങ് ആക്കി കൊടുക്കുക. ഇനി ഈ ക്രോസ് പീസ് ഒന്നുള്ളിലേക്ക് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉള്ളിലേക്ക് അങ്ങ് മടക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് ഫുള്ള് ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് മടങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം, എന്ത് ഡൗട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ്. ഒരാഴ്ചയായിട്ട് എനിക്ക് എക്സാം ആയിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്കിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 2 നെക്കുകൾ ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിലോട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഒരുമിച്ച് വെക്കുക. കണ്ടില്ല, നമ്മൾ സെൻറ്റർ ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഷോൾഡറും സ്ലീവും ഇതേപോലെ ഒപ്പം വരത്തക്ക രീതിയിൽ അങ്ങ് വെച്ച് കൊടുക്കുക. രണ്ടിൻ്റെയും സെൻറ്ററുകൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. എന്നിട്ട് ഇതേപോലെ ഒരു സൈഡിലേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോരാവുന്നതാണ്. ഇതേപോലെ അറ്റത്തെത്തി കഴിയുമ്പോഴേക്കും തുണി തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ സെൻറ്ററിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് ഡബിൾ സ്റ്റിച്ച് കിട്ടുന്നതാണ്. സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോഴേക്കും അടുത്ത സൈഡിലോട്ട് ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അവിടെയും വീണ്ടും അറ്റത്തെത്തുമ്പോഴേക്കും തിരിച്ചിടുക. എന്നിട്ട് സെൻറ്ററിലോട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2 സ്ലീവും ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. അതിൻ്റെ സെൻറ്റർ നമ്മളത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 സൈഡിലോട്ടും ഒരു 2 ഇഞ്ച് വീതം ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് 2 സൈഡിലോട്ടും 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ. ഇനി നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നത് ഈ 2 ഇഞ്ചിൻ്റെ ഇപ്പുറത്തോട്ടാണ്. കണ്ടില്ലേ? ഈ 2 ഇഞ്ചിൻ്റെ 2 സൈഡിലോട്ടുമാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നത്. നടുക്ക് ഭാഗത്ത് പ്ലീറ്റ്സ് ഇടുന്നില്ല.
ഓക്കെ അല്ലേ? ഇനി നമുക്കിത് സ്കേർട്ട് പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് സ്കേർട്ട് പോർഷൻ്റെ സെൻറ്റർ നമ്മൾ ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്ററും നമ്മുടെ താഴ്ഭാഗത്ത് വരുന്ന യോക്കിൻ്റെ സെൻറ്ററും തമ്മിൽ ഒപ്പം വരത്തക്ക രീതിയിൽ ഒന്ന് വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇത് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്ത ആ ഒരു പോർഷൻ, അതായത് ആ സ്ലീവിൻ്റെ ആ കോൺ ഭാഗത്ത് വരുന്ന ആ ഒരു പോർഷനിലോട്ട് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ അറ്റം കൊണ്ടുവന്ന് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ? ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. കണ്ടില്ലേ? ഇതേപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഈ ഒരു നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്ത് ആ ഒരു പോർഷനിൽ എത്തുമ്പോഴേക്കും സൂചി കുത്തി നിർത്തിയിട്ടിട്ട് തുണി ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ എത്തുമ്പോഴേക്കും നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തോട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യമേ തന്നെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകും എന്തോരം തുണിയാണ് പ്ലീറ്റ്സ് ഇടാനായിട്ടുള്ളതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് 2 ഇഞ്ച് വരെ എത്തുമ്പോഴേക്കും ബാക്കി അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. കണ്ടില്ലേ? ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സെൻറ്റർ വരെ എത്തുക. അതിന് ശേഷം വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്ത 2 ഇഞ്ച് വരെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വീണ്ടും അപ്പുറത്തെ സൈഡിൽ 2 ഇഞ്ച് വരെ എത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ലീവിൻ്റെ ഈ ഒരു കോർണർ ഭാഗത്തോട്ട് വീണ്ടും വരിക. നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത ആ ഒരു കോർണർ ഭാഗത്ത് വരിക. എന്നിട്ട് ഈ സ്കേർട്ട് പോർഷൻ്റെ അറ്റം അവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അങ്ങ് എടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് നമ്മൾ വെച്ച് കൊടുത്തിട്ട് എവിടെയാണ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ? നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്ത ആ ഒരു ജോയിനിങ്ങിൻ്റെ അവിടെ എത്തുമ്പോഴാണ് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുവാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പിൻ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇപ്പുറത്തെ സൈഡിൽ എന്തോരം തുണിയാണ് പ്ലീറ്റ്സ് ഇടാനായിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് പ്ലീറ്റ്സ് ഇടാനുള്ള ആ ഒരു ഇതും കുറഞ്ഞു പോവും. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ പ്ലീറ്റ്സ് ഇട്ട് തീരുമ്പോഴേക്കും ബാക്കി തുണി അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ തുണി ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് കട്ട് ചെയ്ത് കളയണ്ട, ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് സ്റ്റിച്ച് കൂടെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് തയ്യൽ തുമ്പൊന്ന് താഴത്തോട്ടാക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നൈറ്റ് തയ്ക്കുമ്പോൾ എത്ര രൂപയാണ് തയ്യൽക്കൂലി വാങ്ങുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. സാധാരണയായിട്ട് 100 രൂപ അല്ലെങ്കിൽ 90 രൂപയൊക്കെയാണ് വാങ്ങുന്നത്. അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ പടി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ തുണിയില്ലേ, ആ തുണി ഇതേപോലെ അങ്ങ് രണ്ടാക്കി ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ 2 സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 അറ്റവും ഒന്ന് നന്നായിട്ടൊന്ന് പോയിൻറ്റ് ചെയ്ത് കൊടുക്കണേ. കണ്ടില്ലേ? ഇതിപ്പോൾ ഞാൻ മറിച്ചിട്ടതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് പീസിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാണ് ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് കൂടെ മാറ്റിയിട്ട് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ 1/2 ഇഞ്ച് മാറ്റി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടൊന്ന് വരച്ചു കൊടുക്കുവാണേ. കണ്ടില്ലേ? ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുക്കരുത്, അതിൽ നിന്ന് 1/2 ഇഞ്ച് അപ്പുറത്തോട്ട് മാറ്റി വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ പീസിൻ്റെ തുറക്കാൻ പറ്റുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഇതേവരെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമ്മളിതേ സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇനി സൂചി കുത്തി നിർത്തിയിട്ടിട്ട് തുണി ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കണ്ടില്ലേ? തുണി ഇതേപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതിയേ. അതിനുശേഷം ഇതേപോലെ അങ്ങ് തുണി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഞാൻ പറയുന്നതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു.
കണ്ടില്ലേ, തുണി ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു സൈഡിലോട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും തുണി ഇതേപോലെ തിരിച്ചിട്ടിട്ട് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 ഇഞ്ച് അത്രയും സ്റ്റിച്ച് ചെയ്താൽ മതി. അതിനുശേഷം വീണ്ടും തുണി ഇതേപോലെ തിരിച്ചിട്ടിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയേ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല, പക്ഷേ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഞാൻ പടി വയ്ക്കാറ്. അതാകുമ്പോൾ നമ്മൾ സിബ് വെച്ചതുപോലെ തന്നെ ഇരിക്കും. കാരണം കുറച്ച് സൈഡ് ഇങ്ങനെ തുറന്ന് ബാക്കി അടഞ്ഞിരിക്കും. അപ്പോൾ സിബ് വെച്ച ആ ഒരു ഫീലിംഗ് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസിൽ സ്കേർട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ബാക്ക് പീസിൻ്റെ സെൻറ്ററിൽ നിന്നും 2 സൈഡിലോട്ടും 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രണ്ടിൽ നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ബാക്കിലാകുമ്പോഴേക്കും 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ പ്ലീറ്റ്സ് നിൽക്കുന്നത് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു പോർഷൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ പ്ലീറ്റ്സ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്ലീറ്റ്സ് നിൽക്കേണ്ടത്. ഇനി ഇതിൻ്റെ സെൻറ്ററും നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ സെൻറ്ററും തമ്മിൽ ഒന്ന് ഒപ്പത്തിൽ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആം ഹോളിൻ്റെ ആ ഒരു കോർണർ പോർഷനും സ്കേർട്ട് പോർഷനും തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു 3 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോഴേ നമ്മുടെ ചാനലിലുള്ള ബാക്കി വീഡിയോകൾ കൂടെ ഒന്ന് കണ്ടു നോക്കണം. കുറച്ച് വീഡിയോക്ക് മാത്രമേ വ്യൂസ് കിട്ടുന്നുള്ളൂ. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോഴേ നമ്മുടെ ചാനലിലൊന്ന് കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് കൂടെ ഒന്ന് കണ്ടേക്കണേ. എല്ലാം സ്റ്റിച്ചിങ് വീഡിയോസ് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലോട്ടും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരറ്റത്തു നിന്ന് തുണി ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 3 ഇഞ്ച് വരെ ഇതേപോലെ തുണി പിടിച്ചു കൊടുക്കണം. കണ്ടില്ലേ? എന്നിട്ട് ഈ ഒരു സൈഡിൽ 3 ഇഞ്ചിൻ്റെ അവിടെയാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്നിട്ട് ബാക്കിയുള്ള തുണി കൊണ്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പ്ലീറ്റഡിനായിട്ട് തയ്ക്കുകയാണെങ്കിൽ ഈ വീഡിയോ നോക്കി അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് തീരുമ്പോഴേക്കും ബാക്കി തുണി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം വീണ്ടും ഇതേപോലെ അങ്ങ് തുണി നിവർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് താഴത്തോട്ടാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു കാര്യം മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ കമൻറ്റ് കൂടെ ചെയ്തേക്കണേ. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്തിട്ട് 2 സൈഡും അങ്ങ് ജോയിൻ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ അങ്ങ് വണ്ണം മാർക്ക് ചെയ്ത് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി. അവസാനമായിട്ട് നമ്മുടെ നൈറ്റിയുടെ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്തുകൂടെ എടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പുതിയതായിട്ട് കാണുന്ന ആർക്കെങ്കിലും ഇത് നല്ല വീഡിയോ ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റൂടെ ചെയ്യുക. താങ്ക്